കോഴിക്കോട് തിരുവമ്പാടിയിൽ KSEB ഓഫീസ് അതിക്രമത്തെ തുടർന്ന് വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചതിൽ വലിയ പ്രതിഷേധം തുടരുക എന്ന് തന്നെയാണ് കുടുംബത്തിന്റെയും തീരുമാനം. മകൻ കുറ്റം ചെയ്തിട്ടില്ല എന്നും പ്രതിഷേധം തുടരുമെന്നും അജ്മലിന്റെ ഉമ്മ മറിയം നേരത്തെ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അതേസമയം തന്നെ പ്രതിഷേധത്തിന് ഇടയിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായ അജ്മലിന്റെ പിതാവ് റസാഖ് ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. KSEBയുടെ പകപോക്കൽ നടപടിക്കെതിരെ കോൺഗ്രസ് KSEB ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിക്കുന്നു. വൈദ്യുതിബന്ധം പുനഃസ്ഥാപിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷന് പരാതിയും ലഭിച്ചിട്ടുണ്ട്. രാഹുൽ KV ആണ് വിവരങ്ങളുമായി. രാഹുൽ, മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുന്നു. വലിയ പ്രതിഷേധം രൂപപ്പെടുന്നു. മക്കൾ തെറ്റ് ചെയ്തുവെങ്കിൽ പ്രായമായ സുഖമില്ലാത്ത അച്ഛനെയും അമ്മയെയും ഇരുട്ടിലാക്കി വെള്ളമില്ലാതാക്കി ശിക്ഷിക്കണോ എന്ന നീതിയുടെ ചോദ്യമാണ് ഉയർന്നത്. ഏതെങ്കിലും തരത്തിൽ തീരുമാനം പുനഃപരിശോധിക്കാൻ ആലോചനയുണ്ടോ KSEBക്കും മന്ത്രിക്കുമെല്ലാം? രതീഷ, ഈ സംഭവത്തിൽ പുതിയതായി നടന്നുകൊണ്ടിരിക്കുന്നത് അജ്മലിൻ്റെ ഉമ്മ KSEB ജീവനക്കാർക്കെതിരെ പരാതി നൽകുന്നതിനായി തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി എന്നതാണ്. അതായത് വീട്ടിലേക്ക് വന്ന ജീവനക്കാർ അപമര്യാദയായി പെരുമാറിയിരുന്നു എന്ന് വിവരിച്ചുകൊണ്ടുള്ള പരാതി പോലീസിൽ നൽകുകയാണ്. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായ ദിവസം, വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ജീവനക്കാർ വീട്ടിലേക്ക് വന്ന ദിവസം അവർ മോശമായി പെരുമാറി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അജ്മലിൻ്റെ ഉമ്മ തിരുവമ്പാടി പോലീസിൽ പരാതി നൽകുകയാണ്. ഒപ്പം തന്നെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം അജ്മലിൻ്റെ പിതാവ് വീട്ടിലേക്ക് എത്തി എന്നുള്ളത് കൂടിയാണ്. പക്ഷേ അവർ വീടിന് അകത്തേക്ക് പ്രവേശിക്കാൻ തയ്യാറായിട്ടില്ല. വീട്ടിൻ്റെ ഇറയത്ത് തന്നെ കട്ടിലിട്ട് അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത്. കാരണം വൈദ്യുതി ഇല്ലാതെ വീടിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അജ്മലിൻ്റെ ഉപ്പയായാലും പറയുന്നത്. കറണ്ടില്ല, ഇതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് വീടിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നതാണ്. എന്തായാലും ഇത് രണ്ടുമാണ് ഏറ്റവും പുതിയ സംഭവങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മന്ത്രിയുടെ ഒരു പ്രതികരണം കൂടി വീണ്ടും വന്നിരിക്കുകയാണ്. അതായത് ഇനി KSEB ജീവനക്കാരെ ആക്രമിക്കില്ല എന്ന ഉറപ്പ് നൽകിയാൽ മാത്രമേ വീട്ടിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാവുകയുള്ളൂ എന്നുള്ളതാണ്. അതായത് ഈ രക്ഷിതാക്കൾ ഉറപ്പ് നൽകേണ്ടതായിട്ടുണ്ട്. അതായത് ഇനി ജീവനക്കാരെ തങ്ങളുടെ മക്കൾ ആക്രമിക്കില്ല എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഉറപ്പ് നൽകിക്കഴിഞ്ഞാൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണ്. ഇതിനുള്ള നിർദ്ദേശം, ആ വിധത്തിലൊരു ഉറപ്പ് ലഭിച്ചാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശം KSEB ചെയർമാനും മറ്റു ഉദ്യോഗസ്ഥർക്കും മന്ത്രി നൽകി എന്നുള്ളത് കൂടിയാണ്. ഇതുതന്നെയായാലും മക്കൾ ചെയ്ത ഒരു അതിക്രമത്തിന് തങ്ങളെ എന്തിന് ഇങ്ങനെ ഈ വിധത്തിൽ ഉപദ്രവിക്കുന്നു എന്ന ചോദ്യം തന്നെയാണ് അജ്മലിൻ്റെ രക്ഷിതാക്കൾ ഈ ഒരു ഘട്ടത്തിലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ വൈകിട്ടാണ് വീട്ടിലെ വൈദ്യുതി ബന്ധം അത് വിച്ഛേദിക്കുന്നത്. രാത്രി മുഴുവൻ ഇരുട്ടിൽ കഴിയേണ്ടി വരുമായിരുന്നു ആ കുടുംബത്തിന്. അതുകൊണ്ട് തന്നെ KSEB ഓഫീസിന് മുൻപിലേക്ക് പ്രതിഷേധവുമായി ഇറങ്ങുകയാണ് ഉണ്ടായത്. മെഴുകുതിരി തെളിയിച്ചുകൊണ്ട് ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ചു. ഇതിനിടെ രോഗിയായ അജ്മലിൻ്റെ ഉപ്പ റസാഖ് കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയ്ക്ക് ശേഷം അല്പസമയം മുമ്പ് വീട്ടിലേക്ക് വരികയും ചെയ്തു. പക്ഷേ വീട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കം വ്യാഴാഴ്ചയാണ് ഉണ്ടാകുന്നത്. വ്യാഴാഴ്ച വൈദ്യുതി ബിൽ കുടിശ്ശിക വരുത്തിയതിൻ്റെ പേരിൽ ഇവരുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം KSEB വിച്ഛേദിക്കുകയാണ് ഉണ്ടായത്. തിരുവമ്പാടി പോലീസ് സ്റ്റേഷന് തൊട്ട് ചേർന്നുള്ള വീടാണ് വിച്ഛേദിച്ചു. അന്ന് വൈകിട്ട് തന്നെ കുടുംബം പൈസ അടയ്ക്കുകയും പക്ഷേ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ പിറ്റേ ദിവസം മാത്രമാണ് തയ്യാറായിരുന്നത്. അങ്ങനെ ഉദ്യോഗസ്ഥരെത്തിയ സമയത്ത് വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായി, വെള്ളിയാഴ്ച പ്രശ്നങ്ങളുണ്ടായി. അതിന് പിന്നാലെ ഇന്നലെ ശനിയാഴ്ച രാവിലെ KSEB ഓഫീസിലേക്ക് അജ്മലും സഹോദരനായ ഫഹദാദും എത്തുകയാണ് ഉണ്ടായത്. സമയത്ത് KSEB ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയായിരുന്നു. യോഗത്തിന് ശേഷം സംസാരിക്കാമെന്ന പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്ന് വന്നത്. ആ സമയത്താണ് മറ്റു സംഭവങ്ങളൊക്കെ അരങ്ങേറിയത്. അതായത് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തു, ഓഫീസിലെ കമ്പ്യൂട്ടറും ഫയലുകളൊക്കെ നശിപ്പിക്കുകയും ചെയ്തു. പോലീസ് എത്തി രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. അതിന് പിന്നാലെയാണ് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ KSEB ഉദ്യോഗസ്ഥർ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ഇപ്പോഴും പുനഃസ്ഥാപിക്കാത്ത സ്ഥിതി തുടരുകയും ചെയ്തത്. അതേസമയം തന്നെ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലെത്തി അജ്മലിന്റെ മാതാവ് പരാതി നൽകുകയാണ്. തന്നോട് മോശമായി പെരുമാറി എന്നടക്കമുള്ള പരാതികളുണ്ട്. ഇന്നലെ മാതൃഭൂമി ന്യൂസുമായി ഇന്നലെ വൈകിട്ട് ടെലിഫോണിൽ സംസാരിക്കുമ്പോഴും അവർ ഇക്കാര്യം പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്നതാണ് അവർ ഇന്നലെയും പറഞ്ഞത്. അത് ഔദ്യോഗികമായി ഇപ്പോൾ പോലീസിന് പരാതി നൽകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് അവിടെ നിന്ന് വരുന്നത്. രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ഒരു മനുഷ്യാവകാശ പ്രശ്നമായി കൂടി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് അത്തരമൊരു പരാതി വന്നിരിക്കുന്നത്.